ഹലോ ഗൈസ്, എന്നതാ പരിപാടീസ്. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഡ്രില്ലിന്റെ ഒരു ഫ്ലിപ്പായിട്ടാണ്. അപ്പൊ ഏത് ഫ്ലിപ്പ്? പണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഹിന്ദി നാടുകളിൽ മൊത്തമായി ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയ ഒരു സോങ്ങായ ചോളി കെ പിച്ച ക്യാ ഹെ എന്നുള്ള സോങ്ങിന്റെ ഫ്ലിപ്പാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അത് നേരെ നമ്മൾ ഡ്രില്ലോട്ട് മാറ്റാൻ പോവാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ. ആദ്യം തന്നെ സാമ്പിൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കേട്ട് നോക്കാം. അപ്പൊ നമ്മൾ ചോപ്പ് ചെയ്തെടുത്ത സാമ്പിൾ അതായിരുന്നു. ഇനി നമുക്ക് കുറച്ച് ഭാഗം കൂടെ നമുക്ക് വെട്ടിയെടുക്കണം. അപ്പോൾ അതും കൂടെ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ എന്ന് പറയുന്ന പോർഷൻ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ ഒന്നുകൂടെ ലെയർ ചെയ്യാൻ പോവാണ്. അതിനെ മാത്രമായിട്ട് ലെയർ ചെയ്യാൻ പോവാണ്. സോ നമ്മൾ അത് ലെയർ ചെയ്തു. ഇനി നമുക്ക് നേരെ ഒരു കോഡ്സ് ഇതിന്റെ കൂടെ കൊടുത്തു നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം കൊടുത്തത് ബാസ് ആണ് കൊടുത്തത്. BBC സിംഫണി ഓർക്കസ്ട്ര യൂസ് ചെയ്തിട്ട് നമ്മൾ ബാസ് കൊടുത്തിട്ടുണ്ട്. ഇനി അതേ സെയിം VST യൂസ് ചെയ്ത് നമുക്ക് ഒരു വയലിൻ കൂടെ നമുക്ക് കൊടുത്തു നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ വയലിനും കൊടുത്തു. അപ്പൊ നമ്മുടെ ഫുൾ മെലഡി പാർട്ട് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഡ്രംസിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് ഹൈ ഹാറ്റ് കൊടുക്കുക. ഓക്കെ, നമ്മൾ ഹൈ ഹാറ്റ് ഒരു പാറ്റ് നമ്മൾ കൊടുത്തു. നമ്മൾ കുറച്ച് ഡിലേ നമ്മൾ അതിന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതൊന്നും കൂടെ നമുക്ക് ലെയർ ചെയ്യണം. നമ്മൾ ലെയർ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഒന്ന് സെറ്റപ്പ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഒന്ന് ലെയർ ചെയ്ത് കൊടുത്ത് നോക്കാം. അപ്പൊ നമ്മൾ ലെയർ ചെയ്തു. ഇനി നമുക്ക് നേരെ ഇതിന്റെ കൂടെ റിം ഷോട്ട് നമുക്ക് ആഡ് ചെയ്യണം. റിം ഷോട്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഹൈ ഹാറ്റിന്റെ കൊടുത്ത ഒരു റിതം ഉണ്ടല്ലോ, ആ റിതത്തിന്റെ സിമിലർ ആയിട്ടാണ് നമ്മൾ ഈ റിം ഷോട്ടിന്റെ റിതം നമ്മൾ കയറി പോകാൻ പോകുന്നത്. അപ്പോ ലൈക്ക് ഇതിന്റെ റിതം കളി നമ്മൾ ഇതിനകത്ത് സാധാരണ നമ്മൾ കഴിഞ്ഞ വട്ടം നമ്മൾ ചെയ്ത സമയത്ത് നമ്മൾ അതിനകത്ത് ഹൈ ഹാറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഡയറക്റ്റ് നേരെ റിം ഷോട്ട് ആയിരുന്നു കൊടുത്തിരുന്നത്. പക്ഷെ ഇതിനകത്ത് നമ്മൾ ഹൈ ഹാറ്റ് കൊടുത്തു. അതേ ഇതിൽ തന്നെ നമ്മൾ റിം ഷോട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ചുകൂടി എനർജി നമുക്ക് അതിനകത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ റിം ഷോട്ട് സെയിം രീതിയിൽ തന്നെയാണ് റിതം പോകുന്നത്. നമുക്ക് അത് കൊടുത്തു നോക്കാം. ലെറ്റ്സ് ഗോ. ഇനി നമുക്ക് നേരെ സ്നെയർ കൊടുക്കാം. അപ്പൊ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ സ്നെയറിന്റെ പാറ്റേൺ എപ്പോഴും 3യിലും ഈ പറയുന്ന 8ലും ആയിരിക്കും ഹിറ്റ് ചെയ്യുന്നത്. 3യിലും 7ലും ആയിരിക്കില്ല 1 to 8 കൗണ്ട് ചെയ്യുന്ന സമയത്ത്. അപ്പൊ അതെപ്പോഴും ഓർക്കണം ഡ്രില്ലിന്റെ കേസുകളിൽ. അപ്പോൾ മൂവിംഗ് ഓൺ നമുക്ക് നേരെ ഒരു ഡ്രിൽ പെർക്കഷൻ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ ഡ്രിൽ പെർക്കഷൻ ഞാൻ ആക്ച്വലി വേറൊരു സാമ്പിൾ കിറ്റിൽ നിന്ന് ഞാൻ എടുത്തതാണ്. ഡ്രില്ലിന്റെ തന്നെ ഉണ്ടായിരുന്നത്. അപ്പൊ ഇനി നമുക്ക് നേരെ കിക്കിലോട്ട് പോവാം. അപ്പൊ നമ്മൾ കിക്ക് കൊടുത്തിട്ട് നമുക്ക് നേരെ 8/8 കൊടുക്കാം. അപ്പോൾ നമ്മൾ 8/8 കൊടുത്തിട്ടുണ്ട്. 8/8 നമ്മൾ കുറച്ച് ഗ്ലൈഡും പരിപാടികളൊക്കെ നമ്മൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ക്രാഷും പരിപാടികളും കൂടെ ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഈ ഫുൾ ഡ്രംസ് എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഫുൾ ഡ്രംസ് അങ്ങനെയാണ്. നമുക്ക് നല്ലൊരു ബൗൺസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുൾ ബീറ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് കേട്ട് നോക്കാം. ലെറ്റ്സ് ഗോ.
അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കണോട് ഞെക്കി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ.